മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി ഒരുക്കി ദൈവം നമ്മെ ആ പ്രഭാതത്തിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. ഇനി ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് ആസ്വദിക്കുവാനായിട്ടുള്ളതാണ്. നമ്മുടെ കണ്ണിന്, കാതിനും, മനസ്സിനും, ഹൃദയത്തിനുമൊക്കെ ഇമ്പപരമായ കാഴ്ചകളും വാർത്തകളും സംഗതികളൊക്കെയാണ് ദൈവം ഈ പ്രഭാതത്തിൽ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ തുറന്ന് കാണുമ്പോൾ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. കാതുകൾ തുറക്കുമ്പോൾ സുന്ദരമായ സംഗീതങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന വാർത്തകൾ നമുക്ക് കേൾക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നു. അങ്ങനെ വിപുലങ്ങളായ വിഭവങ്ങൾ ഒരുക്കി ദൈവം ഈ പ്രഭാതത്തെ നമുക്ക് മനോഹരമാക്കി തന്നിരിക്കുകയാണ്. ഈ മനോഹരമായ പ്രഭാതം നമുക്ക് നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടജാലങ്ങളോടും ചേർന്നുകൊണ്ട് നമുക്കും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ടും അപേക്ഷിക്കാം. ഈശോ ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ തൻ്റെ അമ്മയെ നമുക്കെല്ലാവർക്കും അമ്മയായിട്ട് നൽകിയതാണ്. ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് മക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇപ്പോൾ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹപ്രായം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്ത ധാരാളം യുവതീ യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്തതിലുള്ള വേദനയും വിഷമവും സങ്കടവുമായിട്ട് കഴിയുന്ന മാതാപിതാക്കളും മക്കളുമൊക്കെ ധാരാളം നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെയുണ്ട്. അവരെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുയോജ്യരായ ഏറ്റവും ചേർന്ന ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമേ എന്നും കുടുംബം സ്ഥാപിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവർക്കെല്ലാവർക്കും നൽകണമേ എന്നും നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കാം. ഏത് വചനം നമുക്ക് ലഭിച്ചാലും അത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും നമുക്കുണ്ടായിരിക്കണം. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ആദിമ സഭയിലെ അപ്പസ്തോലന്മാരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ചതുപോലെ ഞങ്ങളെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ.
ഈ പ്രഭാതത്തിൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബെത്സയിദായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, മെക്സിക്കോയിലെ ആർടെക് എന്ന സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ ഒരു യുദ്ധ വീരനായിരുന്നു ഹെർണർ കോർട്ടെക്. അദ്ദേഹം സ്പെയിൻകാരനായിരുന്നു. അദ്ദേഹം ഈ മെക്സിക്കോയിലെ ആസ്ടെക് സാമ്രാജ്യത്തെ തകർക്കുന്നതിനായിട്ട് 11 കപ്പലുകളും 11 കുതിരകളും 500ഓളം സൈനികരുമായിട്ട് ഈ മെക്സിക്കോയിലേക്ക് എത്തി. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം 11 കപ്പലുകളിൽ 10 കപ്പലുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. കപ്പലുകൾ നശിപ്പിക്കുന്നതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് സൈനികർക്ക് താമസിക്കുവാനായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഒരു കപ്പൽ മാത്രം അദ്ദേഹം നശിപ്പിച്ചില്ല. അത് സ്പെയിനിലേക്ക് സന്ദേശങ്ങൾ കൊടുത്തുവിടുന്നതിന് വേണ്ടി ആയിരുന്നു. വാസസ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ് കപ്പലുകൾ അദ്ദേഹം നശിപ്പിച്ചതെന്ന് പറഞ്ഞാലും വേറെ ഒരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് ഈ കപ്പലുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പട്ടാളക്കാർക്ക് വീണ്ടും ഒരിക്കലും തിരിച്ച് തങ്ങളുടെ രാജ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുക ഇല്ല എന്നുള്ളത്. അത് സാധിക്കുകയില്ല എന്ന് വന്നപ്പോൾ പട്ടാളക്കാർക്ക് ജയിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് പോരാടി. അവിടെയുള്ള മെക്സിക്കോയിലുള്ള ഏതാനും ചില ഗോത്രങ്ങളുടെ സഹായവും അവർക്ക് ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ സാമ്രാജ്യത്തെ തകർക്കുന്നതിനും വെന്നിക്കൊടി പാറിക്കുന്നതിനുമൊക്കെ അവർക്ക് അവിടെ സാധിച്ചു. അനിശ്ചിതത്വം നിറഞ്ഞ ഒരു പുതിയ ഭൂമിയിലേക്കാണ് തങ്ങൾ കടന്നു ചെന്നത് എന്ന ചിന്തയാണ് ഈ സൈനികരെ സകലതും മറന്ന് പോരാടുന്നതിനായിട്ട് പ്രേരിപ്പിച്ചത്. അവർക്കൊത്തിരി തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പുതിയ സംസ്കാരം, പുതിയ ഭാഷ, പുതിയ കാലാവസ്ഥ, പുതിയ സാഹചര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം അവരുടെ മുൻപിൽ ഉയർന്നു വന്നപ്പോൾ അതിനെ അതിജീവിക്കുന്നതിനായിട്ടുള്ള തീവ്രമായ ശ്രമം അവരുടെ ജീവിതത്തിലുണ്ടായി. അതിനനുസരിച്ച് അവർ പോരാടി. അപ്പോൾ വിജയവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റത്തിന് നമ്മളും വിധേയരാകേണ്ടതായിട്ട് വരും. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സ്ഥലം മാറ്റങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മളും കടന്നു പോകേണ്ടതായിട്ട് വരും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റി മറിച്ചെന്നും വന്നേക്കാം. എന്നാൽ ഈ മാറ്റങ്ങൾ ചിലത് നമ്മെ കൂടുതൽ നന്മയിലേക്കും അതുപോലെ തന്നെ കൂടുതൽ ഉന്നതിയിലേക്കും നയിക്കുന്നതായിരിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഈ മാറ്റങ്ങളിൽ ചിലത് ഒരു തിരിച്ചുപോക്കിന് നമ്മെ ഒരുക്കുന്നതാകാം. എന്നാൽ എല്ലാ മാറ്റങ്ങളും തിരിച്ചുപോക്കിനുള്ള ഒരു അവസരമായിട്ട് തീരണമെന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട്
മുന്നോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കേണ്ട ഒരു സാഹചര്യമാക്കി ഈ മാറ്റങ്ങൾ ഒരുക്കിയെന്ന് വരും. ബൈബിളിലെ റൂത്തിൻ്റെ കഥ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റൂത്ത് തൻ്റെ ഭർത്താവൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയായ സലോമിയെ ബെത്ലഹേമിലേക്ക് അനുഗമിക്കാനായിട്ട് തീരുമാനിച്ചു. അവളെ സഹായിക്കാനായിട്ട് ഈ റൂത്ത് തയ്യാറാവുകയാണ്. അങ്ങനെ റൂത്ത് തയ്യാറായപ്പോൾ ബെത്ലഹേം ഈ റൂത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ ഭാഷ അവൾക്ക് വശമില്ലായിരുന്നു, സംസ്കാരം അവൾക്ക് വ്യത്യസ്തമായിരുന്നു. ഒത്തിരി കഷ്ടപ്പാടിൻ്റെയും അല്ലെങ്കിൽ വേദനയുടേതുമൊക്കെ തലത്തിലൂടെ അവൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷെ അങ്ങനെ കടന്നുപോയതിൻ്റെ ഫലമായിട്ട് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ദാവീദിൻ്റെയും യേശുവിൻ്റെയും ഒക്കെ വംശപരമ്പരയിൽ പെട്ടവളായിട്ട് മാറുന്നതിന് അവൾക്ക് സാധിച്ചു എന്നാണ്. നമ്മൾ യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ നിന്നും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റൂത്തിൻ്റെ പേരവിടെയുണ്ട്. അപ്പോൾ യേശുവിൻ്റെയും ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ വംശ പരമ്പരയിൽ പെട്ടവളായിട്ട് മാറുന്നതിനായിട്ട് അവൾക്ക് സാധിച്ചു. അപ്പോൾ അതിനവൾക്ക് എങ്ങനെയാണ് സാധിച്ചതെന്ന് പോയി ചോദിച്ചാൽ, അവൾ ഈ മാറ്റത്തിന് തന്നെ വിധേയമാക്കാനായിട്ട് അവൾ തയ്യാറായി. അതുപോലെ തന്നെ ആ മാറ്റം കൊണ്ടുവന്ന വേദനയുടെയും സഹനത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നതിനും അവൾ തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ കേട്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന്. ഈ ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള ഫലങ്ങളായിട്ട് നമുക്ക് മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വഴി പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കും. അത് നമ്മുടെ നാട് നമുക്ക് ചിലപ്പോൾ അന്യമായിട്ട് തീർന്നു വരും. മാതാപിതാക്കളെ നമ്മൾ കാണാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കേണ്ടത് വരും. സുഹൃത്തുക്കളെ നമുക്ക് വിട്ടുപോകേണ്ടതായിട്ട് വരും. നമ്മുടെ നേട്ടങ്ങളും ഒക്കെ പലപ്പോഴും വിട്ടുപോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതോടൊപ്പം തന്നെ ചില നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പുതിയതായിട്ടുള്ള പല സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ അവ കൊണ്ടുവരും. പുതിയ സുഹൃത്തുക്കളെ കൊണ്ടുവന്നു വരും, പുതിയ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചെന്ന് വരും, പുതിയ ഭാഷ പഠിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരും. അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. അസ്വസ്ഥതകൾ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ചില നന്മകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ പരിചിതമായ ശീലങ്ങൾ, സ്ഥലങ്ങൾ, ബന്ധങ്ങൾ, ദിനചര്യങ്ങൾ, ഇവയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്, അല്ലെങ്കിൽ അസ്വീകാര്യമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയെന്നാൽ വരാം. എന്നാൽ ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് അവയിൽ നിന്നും നന്മകൾ പുറപ്പെടുവിച്ചുകൊണ്ട്, നന്മകൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പോകുന്നതിനായിട്ട് സാധിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് ഭവിപ്പിക്കുന്നു എന്ന്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് എന്ന ബോധ്യത്തിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ മാറ്റങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ ആയിരിക്കുകയില്ല. അതിൻ്റെ മാറ്റങ്ങളുടെയൊക്കെ കാരണക്കാരും നമ്മൾ ഒരിക്കലും ആയിരിക്കണമെന്നല്ല. എന്നാൽ അതിൻ്റെ ഫലം എന്തു തന്നെയായാലും അതിൽ ദൈവകരം ദർശിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ടാകും. ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന വഴിയായിട്ട്, അത് പുതിയ വഴിയായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ കഥ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അധ്യായത്തിൽ അവസാനിക്കുന്നതല്ല. പല അധ്യായങ്ങളും നമ്മുടെ ജീവിത കഥകളിൽ ഉണ്ടായിരിക്കും. ആ കഥകളിൽ ചില അധ്യായങ്ങൾ കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും ഒക്കെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും അത് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒന്നും ആയിരിക്കുകയില്ല. അതിൽ കണ്ണുനീരിൻ്റെ ഉണ്ടായിരിക്കും, വിലാപത്തിൻ്റെ ഉണ്ടായിരിക്കും, നൊമ്പരത്തിൻ്റെയൊക്കെ അധ്യായങ്ങൾ അതിലുണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതകഥ പൂർണ്ണമാകുന്നത്. ദൈവം നമ്മുടെ ജീവിതകഥ സുന്ദരമായിട്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
ആ കഥയോട് നമ്മൾ സഹകരിക്കുമ്പോഴും ചേർന്ന് പോകുമ്പോഴുമാണ് ആ കഥ മനോഹരമായ ഒരു കഥയായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയുടെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതകഥ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കഥയായിട്ട് തീരും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും പ്രത്യേകിച്ച് ഈ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധര് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലാളായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ കാത്ത് പരിപാലിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രം വഴിയായിട്ട്, ഈ ചാനൽ വഴിയായിട്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഈ ലോകമെമ്പാടും ലോകത്തിൻ്റെ അറ്റം വരെ എത്തുന്നതിനുള്ള അനുഗ്രഹം ഉണ്ടാക്കണമേ എന്ന് നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്നു പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. കനിവിൻ കവാടമിതാ, കരുതുന്ന സ്നേഹമിതാ, കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. എന്നും നിന്റെയുള്ളിൽ വന്നു വാണിടുവാൻ സ്വർഗനാഥൻ നിനക്കായി
കരുതുന്ന സ്നേഹമിതാ കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. നന്ദി ചൊല്ലിടുവിൻ ജീവനേകിടുന്ന നല്ല നാഥന്റെ കരുണയെ വാഴ്ത്തിയിടുവിൻ. പ്രിയനേശുവിൻ വഴി തേടുവിൻ, നിന്റെ ജീവിതം ധന്യം. പ്രിയനേശുവിൻ വഴി തേടുവിൻ, നിന്റെ ജീവിതം ധന്യം. നിന്റെ പാതയിൽ മാർഗദീപമായി അവൻ തെളിഞ്ഞു നിന്നിടും. കനിവിൻ കവാടമിതാ കരുതുന്ന സ്നേഹമിതാ കരയുമ്പോൾ നിന്റെ ചാരേ അണയുന്നു മോചകൻ. അഭയമേകും സ്നേഹിതൻ അരുകിൽ നിന്നെ ചേർത്തിടും. ഹൃദയം നിറയെ സ്നേഹം പകരും. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് ഇപ്പോൾ നമ്മളുടെ ശിരസ് നമുക്ക് നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഗുഡ്നസ് ടിവിയുടെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെയും പേരിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അനുഗ്രഹപൂർണമായ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. ഈ ദിവസം നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.